സർഫസ് ഏരിയ. ഓക്കെ, നമ്മൾ ഓൾറെഡി വോളിയം എന്താണെന്നും അല്ലെങ്കിൽ ഏരിയ അണ്ടറുള്ള കർവ് എന്താണെന്നും അല്ലെങ്കിൽ ഒരു കർവിന്റെ ലെങ്ത് എന്താണെന്നും എല്ലാം നമ്മൾ ഇന്റഗ്രേഷൻ വെച്ച് സോഫാർ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അടുത്ത കയറാൻ പോകുന്ന സർഫസ് ഏരിയയിലോട്ടാ. ഇത് പറയുമ്പോൾ കൺഫ്യൂസ് ആയിട്ട് സർഫസ് ഏരിയയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഏരിയ അണ്ടറുടെ കർവ് അല്ല. രണ്ടും രണ്ട് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇവിടെയും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് തന്നെ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരുപാട് പീസസ് ആക്കി മുറിക്കുന്നു, എന്നിട്ട് ഓരോ പീസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് എല്ലാത്തിന്റെ ഏരിയ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ വോളിയത്തിലും ചെയ്തത്. അതായത് ഒരുപാട് പീസുകളാക്കി മുറിക്കുന്നു, ഓരോ പീസിന്റെ വോളിയം കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിന്റെ എല്ലാം വോളിയം ആഡപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയം കിട്ടും. അല്ലെങ്കിൽ ആർക്ക് ലെങ്തിന്റെ കേസിലും ഇത് തന്നെ അതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ എങ്ങനെ ചെയ്ത ഇന്റഗ്രേഷൻ ഉപയോഗിച്ച്. സോ നമ്മുടെ സർഫസ് ഏരിയ വി ആർ ഗോയിങ് ടു ഫൈൻഡ് സർഫസ് ഏരിയ യൂസിങ് ഇന്റഗ്രൽ. ഓക്കെ, ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് എനിക്ക് പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഓൾറെഡി ഷെൽ മെത്തേഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പരാബോളെ അവിടെ നമ്മൾ ഉപയോഗിച്ച ഈ കാണുന്ന സെയിം പരാബോള തന്നെ. ഓക്കെ, അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പരാബോള എടുത്തിട്ട് ഈ പരാബോള നമ്മൾ വൈ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ബൗൾ പോലെ സ്ട്രക്ചർ കിട്ടി. അതിന്റെ വോളിയം കണ്ടുപിടിച്ചില്ലായിരുന്നു അവിടെ നമ്മൾ ചെയ്ത. ഇവിടെ നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. അതേ പരാബോള തന്നെ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ പരാബോള. പക്ഷേ ഇൻസ്റ്റഡ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇതിനെ എക്സ് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുക. എങ്ങനെ? ഇങ്ങനെ കണ്ടോ? എക്സ് ആക്സിസിന് ചുറ്റും ആണ് നമ്മൾ ഇത്തവണ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. ഓക്കെ, ഈ പരാബോള സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്നാണ്, എൻഡ് ചെയ്യുന്ന എക്സ് ഈക്വൽ ടു a വരെയാണ്. എന്താണെന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ കഴിഞ്ഞ ടോപ്പിക്ക് പഠിച്ചു വന്നൊരു കാര്യമുണ്ട്. എന്ത്? ആർക്ക് ലെങ്ത്. ഇവിടെ നമ്മൾ സെയിം കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് ഈ ടോട്ടൽ കർവിനെ നമ്മൾ ഒരുപാട് ചെറിയ ആർക്കുകളാക്കി മുറിക്കും. ഓരോ ആർക്കിന്റെ ലെങ്ത് എന്താ നമ്മൾ അവിടെ പറഞ്ഞ ds എന്ന്. അതായത് ഇത് ടോട്ടൽ ലെങ്ത് s എന്നാണെങ്കിൽ ഇതിന്റെ ഓരോന്നിന്റെ ലെങ്ത് ds. അപ്പൊ എന്താ, നമുക്കൊരു ആർക്ക് കൺസ്ട്രക്ട് ചെയ്യാം. എവിടെ? വേണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആണോടാ? വേണ്ട, ഒരു ബ്ലൂ ആർക്ക് കാണാൻ പറ്റുന്നില്ല. വേണ്ട, ഇവിടെ. ഓക്കെ, നമ്മൾ ഈ കർവിൽ ഒരു ആർക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഈ ആർക്ക് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യം പറയാൻ പോകുന്നത്. ഇത് പറയാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയണം. ഈ ആർക്കിന്റെ ലെങ്ത് ഡിഎസും ഡിഎക്സും ആയിട്ടുള്ള ബന്ധം അതെന്താന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. വേണ്ട, നമ്മളിപ്പോൾ എടുത്ത ഈ കേസ് എടുത്ത് ഇതേ കാര്യം തന്നെ കാണാണ്. ഈ ആർക്ക് ലെങ്ത് തന്നെയാണ് ഇവിടെ ഈ കാണുന്ന ആർക്ക് ലെങ്ത്. ഈ ആർക്കിന്റെ ലെങ്ത് ആണ് ds. ഓക്കെ, ഈ ആർക്കിന്റെ ലെങ്ത് ആണ് ds. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ചേഞ്ച് ആണ് dx. ഈ dsഉം dxഉം ഒന്നല്ല, അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ds എന്ന് പറഞ്ഞാൽ ഈ ആർക്കിന്റെ ലെങ്ത് ആണ്, dx എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊജക്ഷൻ ഈ എക്സ് ആക്സിസിൽ ഉണ്ടാകുന്ന ലെങ്ത് ആണ്. ഇപ്പൊ തന്നെ നോക്ക്, ഇവിടെ ds ഭയങ്കര വലുതാ, dx ചെറുതാ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ds കുറച്ച് കൊണ്ടുവന്ന ഈ dsന്റെ ലെങ്തും dxന്റെ ലെങ്ത് ഓൾമോസ്റ്റ് സെയിം ആവും. കണ്ടോ? നോക്ക്, ഞാൻ ds കുറച്ച് കൊണ്ടുവരിക. ഇപ്പൊ കണ്ടോ? വളരെ ചെറുതാ. കണ്ടോ? ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ? ഇവളുടെ രണ്ടിന്റെ ലെങ്ത് ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ ലെങ്ത്. അതായത് ഞാൻ ds വളരെ ചെറുതാക്കിയ എന്റെ ds ഓൾമോസ്റ്റ് dx ആവും. അതായത് ദാറ്റ് ഈസ് ലിമിറ്റ് ds ടെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് dx തന്നെ ആവും. അതാണ് ഈ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണം. എന്നാണ് ഇപ്പൊ ഞാൻ എടുത്ത് ഈ dsഉം dxഉം തമ്മിൽ നോക്ക്. ഈ ds ഇത്രയുണ്ട്, ഈ dx ഇത്രയുള്ളൂ. അത് ഏത് പൊസിഷനിൽ പോരും? പൊസിഷൻ മാറുന്നതിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എവിഡന്റ് ആയിട്ട് കാണാം ഈ dsന്റെ ലെങ്ത് എന്തോരം ഉണ്ടെന്ന്, dxന്റെ ലെങ്ത് എത്ര ചെറുതാണ്. പക്ഷെ ഞാൻ എന്റെ dsന്റെ ലെങ്ത്, ഓക്കെ, dsന്റെ ലെങ്ത് മാക്സിമം കുറച്ച് വന്ന ds dxനോട് സെയിം ആവും. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ മൈൻഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് അവിടെ സർഫസ് ഏരിയയിലോട്ട് വരാം. നമ്മൾ പറഞ്ഞ എന്താ, ഞാൻ നമ്മുടെ പരാബോള എങ്കിൽ നമ്മൾ ഇതിനെ y ആക്സിസ് എക്സ് ആക്സിസിന് ഇട്ടിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പോകണ്ട. കണ്ടോ? റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് സംഭവം. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഷേപ്പ് കിട്ടി. എന്ത്? മറ്റേ സ്പീക്കറിന്റെ കോൺ, അല്ലെങ്കിൽ മറ്റേ ഗ്രാമഫോണിന്റെ ലൗഡ് സ്പീക്കർ മീൻസ് ആ കോൺ ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുന്ന ഒരു ഷേപ്പ് കിട്ടി. ഈ ഷേപ്പിന്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എന്താണ് ഇവിടെ ഈ ബ്ലൂ സ്ട്രിപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? അതാദ്യം മനസ്സിലാക്കണം. അതായത് നമ്മളിവിടെ ഒരു ആർക്ക് കൺസ്ട്രക്ട് ചെയ്തു, കണ്ടില്ലേ? നമ്മളിവിടെ എന്ത് ഈ മഞ്ഞ പരാബോളയാണ് ഇതിന്റെ ചുറ്റും റൊട്ടേറ്റ് ചെയ്തെടുത്ത. അപ്പൊ നമുക്ക് എന്ത് കിട്ടി?
ഈ മെഗാ ഷേപ്പ് കിട്ടി. പക്ഷെ നമ്മൾ മറക്കല്ലാത്തൊരു കാര്യമുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തൊരു ബ്ലൂ കളറിലൊരു ആർക്ക് ലെങ്ത് ഇരിപ്പുണ്ട്, കണ്ടില്ലാണ്ട ഇവിടെ ഈ ആർക്ക് ലെങ്ത്. ഈ ആർക്ക് ലെങ്ത് ആണ് ശരിക്കും, ഈ ആർക്ക് ലെങ്ത് ട്രേസ് ചെയ്ത പാത്താണ് ഈ ബ്ലൂ സ്ട്രിപ്പ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആർക്ക് ലെങ്ത്. അത് ട്രേസ് ചെയ്ത് പോകുന്ന പാത്താണ് ഈ ബ്ലൂ സ്ട്രിപ്പ്. മനസ്സിലായല്ലോ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡി എസ് എത്രത്തോളം ചെറുതാവുന്നോ അത്രത്തോളം ഡി എസ് ഡി എക്സിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക്കലി വേണ്ടുന്ന വളരെ ചെറിയ ഡി എസ് വാല്യൂ ഉള്ള സ്ട്രിപ്പാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ സ്ട്രക്ചർ കണ്ടില്ലേ, ഈ സ്ട്രക്ചറിന്റെ സർഫസ് ഏരിയയാണ് നമുക്ക് വേണ്ടത്. അതായത് ബേസിക്കലി ഈ കാണുന്ന വാല്യൂ, ഈ സ്ട്രക്ചറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ റീജിയൻ, ഇതാണ് നമുക്ക് ശരിക്കും വേണ്ടുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വന്ന ടെക്നിക്ക് എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇതുവരെ നമ്മൾ ഉപയോഗിച്ച് വന്ന എക്സാക്ട് സെയിം ടെക്നിക്ക് തന്നെ. നമ്മളൊരു റിങ് കൺസിഡർ ചെയ്യുന്നു. ഏത് റിങ്? ഈ ആർക്ക് കാരണം. ഓക്കെ, ഈ ഡി എസ് ആർക്ക് കാരണം കൊണ്ട് ഇത് റിങ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ആ റിങ്ങിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. മനസ്സിലായോ? അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ഒരു റിങ്ങിന്റെ സർഫസ് ഏരിയ കിട്ടും. ഇതുപോലെ നമ്മൾ എന്താ ബേസിക്കലി ചെയ്യാൻ പോകുന്നത്? ഇഷ്ടം പോലെ ആർക്കുകൾ കട്ട് ചെയ്യും. കാരണം നമ്മൾ പറഞ്ഞ എന്താ, ഈ കാണുന്ന, ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന പരാബോളയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇഷ്ടം പോലെ എന്ത് ചെയ്യും? ഡി എസ് ആർക്കുകൾ കട്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഒരാർക്ക് മാത്രം ഞാൻ ഇവിടെ എടുത്തേക്കുക, എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ കണ്ട ഒരു ബ്ലൂ റീജിയൻ കിട്ടി. ഈ ബ്ലൂ റീജിയന്റെ സർഫസ് ഏരിയ കിട്ടും, ഞാൻ വെളിയിലെടുത്ത്. ഇതുപോലെ എനിക്ക് ഈ പറഞ്ഞ എല്ലാ ഡി എസുകൾ ഉണ്ടാക്കുന്ന സർഫസ് ഏരിയ എടുത്താൽ എനിക്ക് ഇതിന്റെ ഫുൾ സർഫസ് ഏരിയ കിട്ടും. മനസ്സിലായോ? ഇതിപ്പോ നോക്കി, ഈ ഒരു കേസിൽ ഞാൻ ഈ ഒറ്റ ഡി എസിനെ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ആരെ കണ്ട, ഈ ഒറ്റ ഡി എസിനെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതുണ്ടാക്കിയ ബ്ലൂ സ്ട്രിപ്പിന്റെ സർഫസ് ഏരിയയാണ് ഞാൻ ഇത് മാത്രം വെച്ച് കണ്ടുപിടിക്കുന്നത്. അതുപോലെ എനിക്ക് എത്രത്തോളം ഡി എസ് ഇതിൻ്റെ ഇടയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും? ആ ഡി എസുകൾ ഉണ്ടാക്കുന്ന എല്ലാ സ്ട്രിപ്പിന്റെ സർഫസ് ഏരിയ എടുത്താൽ എനിക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടൂല്ലേ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. ഇത് കണ്ട, ഈ പരാബോള ഇവിടെ 0 തൊട്ട് A വരെയാണുള്ളത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്ട്രിപ്പ് മാത്രം എടുത്തിട്ട് അതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു. പക്ഷേ ഈ ഒരു സ്ട്രിപ്പ് മാത്രമാണ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നല്ലോ. കണ്ട, ഇവിടെ ഒരു സ്ട്രിപ്പിന് ഇരുന്നൂടെ? കണ്ട, ഇങ്ങറ്റത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത്. അതുപോലെ ഇവിടെ ഒരു റിങ്ങിന് ഇരുന്നൂടെ? അതുപോലെ ഇവിടെ ഒരു റിങ്ങിന് കാണാൻ പറ്റത്തില്ലേ? അതുപോലെ ഇവിടെ ഒരു റിങ്ങിന് കാണാൻ പറ്റൂല്ലേ? അതുപോലെ ഈ ഇന്റർവെല്ലിൽ എത്ര റിങ്ങുകൾ കൊണ്ടുപോയി വെച്ച് അടുക്കി വെക്കാം? ഈ ഗ്യാപ്പിൽ കുറെ റിങ് കൊണ്ടുപോയി വെക്കാമല്ലോ. ഒറ്റ കണ്ടീഷനുള്ള എല്ലാത്തിന്റെയും തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡി എസ് ആയിരിക്കും. മനസ്സിലായില്ലേ? എല്ലാത്തിന്റെയും തിക്നെസ് ഡി എസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് റിങ്ങുകൾ ഇതിൻ്റെ ഇടയിൽ അറേഞ്ച് ചെയ്യാമല്ലോ. എന്നിട്ട് ആ ഓരോ റിങ്ങിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ച് അത് മൊത്തം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. സിമ്പിൾ. ഇതാണ് ലോജിക്. മനസ്സിലായില്ലേ? അതായത് ഇന്റഗ്രേഷൻ ചെയ്ത് അതേ സാധനം തന്നെ, എക്സാക്ട് സെയിം തിങ്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്മുടെ ആർക്ക് എടുക്കുന്നു, പരാബോള എടുക്കുന്നു, ആർക്ക് എടുക്കുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്ട്രിപ്പ് കിട്ടി. നമ്മൾ ഒരിക്കലും മറക്കല്ലേ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്. കാരണം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, കണ്ടില്ലേ? ഈ പരാബോളയാണ്. ഈ പരാബോള നമ്മളൊരു ആർക്ക് വരയ്ക്കുകയാണ്. ഈ ആർക്ക് ഈ പരാബോള റൊട്ടേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന സ്ട്രക്ചറിന്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ വന്നു, നമുക്ക് എന്ത് കിട്ടി? ഒരു റിങ് കിട്ടി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താ? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ട്രിപ്പിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. അങ്ങനെ എല്ലാ സ്ട്രിപ്പിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സർഫസ് ഏരിയകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ സർഫസിന്റെ സർഫസ് ഏരിയ കിട്ടും. ആണേ? അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രിപ്പിനെങ്കിലും സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, അല്ലെ ഈ ഒരു റിങ്ങിന്റെ എങ്കിലും സർഫസ് ഏരിയ കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കാൻ എളുപ്പം, സിമ്പിളാ. അവനെ ഡിറ്റാച്ച് ചെയ്ത് വെളിയിറക്കുക. ഓക്കെ, ഡിറ്റാച്ച് ചെയ്ത് വെളിയിറക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവന്റെ ഈ സൈഡിൽ നോക്കും, ഇവന്റെ ഈ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡി എസ് ആണ്. കണ്ടില്ലേ? ഇവന്റെ ഈ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡി എസ് ആണ്. കണ്ടേ? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്, ഡി എസ് വളരെ ചെറുതായി വന്നാൽ, ഓക്കെ, ഡി എസ് വളരെ തിരിച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഡി എസ് വളരെ ചെറുതായിട്ട് വന്നാൽ ഡി എസ് ഡി എക്സിനോട് സെയിം ആവും. കണ്ടില്ലേ? അവിടെ ഇപ്പൊ തിക്നെസ് വളരെ ചെറുതാ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ സ്ട്രിപ്പിന്റെ അല്ലെങ്കിൽ റിങ്ങിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡി എസ് ആണ്. അത് മനസ്സിലായേ? നമുക്കൊരു കാര്യം ചെയ്യാം,
ഇതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ഇതിന്റെ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിത് ഫെമിലിയർ അല്ലല്ലോ ഈ സ്ട്രക്ചർ, ഒരുമാതിരി വല്ലാതിരിക്കുന്നു. പക്ഷെ നമുക്ക് അറിയാവുന്ന സ്ട്രക്ചർ ഉണ്ട്. ആരാന്നറിയാം? ഇവനെ ഒന്ന് കട്ട് ചെയ്തേ അപ്പൊ കിട്ടുന്ന സാധനം വേണ്ടേ. എന്താ ഇത്? എന്താ ഈ സാധനം? ഇതൊരു നമ്മുടെ കാണുന്നില്ല. വേണ്ട, ഇതൊരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് അല്ലേ? ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് അല്ലേ ആ പോകുന്നത്? വേണ്ട, ഈ കിടക്കുന്ന ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ ഒരു ഇച്ചിരി കട്ടി കൂടിയൊരു ഡി എക്സ് എടുത്ത് കാണിച്ചു തരാം. റോൾ ബാക്ക്, ടച്ച്, ഇച്ചിരി കനമുള്ളൊരു ഡി എക്സ് എടുത്തു, ഞാൻ ഡിറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇതിനെ കട്ട് ചെയ്യുന്നു. ഇതാണ് കണ്ടോ, നമുക്ക് ഫോം ചെയ്യുന്നത് റെക്ടാങ്കുലർ സ്ട്രിപ്പ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? റെക്ടാങ്കുലർ സ്ട്രിപ്പ് അല്ലേ? ഒരിക്കലും ഇത്രയും വലിയ ഡി എക്സ് എടുക്കാൻ പാടില്ല. ഇത്രയും വലിയ ഡി എസ് എടുത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വിഷ്വലി കാണണ്ട, മറ്റേത് വളരെ ചെറുതായിരുന്നല്ലോ. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ പഴയ സ്റ്റേറ്റിലോട്ട് തന്നെ നമുക്ക് ചെറിയ ഡി എസ് തന്നെ എടുക്കാം. ഓക്കെ, ഡിറ്റാച്ച് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് റെക്ടാങ്കുലർ സ്ട്രിപ്പ് കിട്ടി. നമ്മുടെ ഈ മെനകെട്ട ഈ സ്ട്രക്ചറിൽ നിന്ന് നമുക്കൊരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് സ്ട്രക്ചറിലോട്ട് കിട്ടി. അപ്പം ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കുലർ സ്ട്രിപ്പ് സ്ട്രക്ചറിന്റെ സർഫസ് ഏരിയ അല്ലേ? ആന്നേ, എന്താ ഈ റെക്ടാങ്കുലർ സ്ട്രിപ്പിന്റെ സർഫസ് ഏരിയ? സിമ്പിൾ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് ഓൾറെഡി ഒരുപാട് അറിയാവുന്ന കാര്യമാണ്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടുത്തെ ബ്രെഡ്ത്ത് ആരാ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ബ്ലൂ സ്ട്രിപ്പിന്റെ തിക്നെസ് ഡി എസ്. ഓക്കെ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡി എസ് ഒരുപാട് ചെറുതായ ഡി എക്സോ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ലെങ്ത് നമുക്കറിയത്തില്ല. അതാണ് പ്രശ്നം. നമ്മൾ എങ്ങനെ ലെങ്ത് കണ്ടുപിടിക്കും? ഒരു വഴിയുണ്ട്. ഇവനെ റോൾ ബാക്ക് ചെയ്തിട്ടൊന്ന് നോക്ക്. എന്താ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ? ഇവൻ ഒരു സർക്കിൾ അല്ലേ? ഓക്കെ, ഇവിടെ വെച്ച് കട്ട് ചെയ്ത ഈ സർക്കിളിന്റെ പെരിമീറ്റർ തന്നല്ലേ ഈ 3 വീണേക്കുന്ന ഈ ലെങ്ത്? കണ്ണ് തുറന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കണ്ടേ, സർക്കിൾ കട്ട് ചെയ്ത ഈ സർക്കിളിന്റെ ഈ പെരിമീറ്റർ തന്നെയാണ് കണ്ട ഈ കാണുന്ന ലെങ്ത്. സോ ഈ കാണുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർക്കിളിന്റെ പെരിമീറ്ററാ. സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഇഷ്യൂ മാറി. നമുക്ക് ലെങ്തും കിട്ടും ബ്രെഡ്ത്തും കിട്ടും. എന്താ ഈ സർക്കിളിന്റെ പെരിമീറ്റർ? സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഫോർമുല എന്താ? 2πr അല്ലേ? ഇവിടുത്തെ ആർ വാല്യൂ ആയിട്ട് റേഡിയസ് വാല്യൂ കണ്ട, കണ്ണ് വന്ന് നോക്ക്. കണ്ട, ഇതാണ് റേഡിയസ് വാല്യൂ. ഈ കാണുന്നത് ഇതെന്തോന്നാ? കറസ്പോണ്ടിങ് വൈ വാല്യൂ. കണ്ട നോക്ക്, കണ്ടോ? സ്ട്രെയിറ്റ് വര വലിച്ചു നോക്കല്ലേ, തിരിച്ച് അറ്റാച്ച് ചെയ്തിട്ട് നോക്ക്. കറസ്പോണ്ടിങ് വൈ വാല്യൂ അതല്ലേ നമ്മുടെ റേഡിയസ്. കണ്ട നോക്ക്, നമ്മുടെ റേഡിയസ് ആനെ. അപ്പം ശരിക്കും പെരിമീറ്റർ എന്താ? 2πy അല്ലേ? കാരണം ഇവിടുത്തെ 6y തന്നെയല്ലേ? അപ്പൊ നമുക്ക് ലെങ്ത് എന്ത് കിട്ടി? 2πy. ബ്രെഡ്ത്ത് എന്ത് കിട്ടി? ds. അപ്പൊ ഏരിയ ഓഫ് ദ റെക്ടാങ്കുലർ സ്ട്രിപ്പ് എന്താണ്? 2πy ഇൻറ്റു ds. കിട്ടിയേ? 2πy ഇൻറ്റു ds. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് എന്ത് കിട്ടി? ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പിന്റെ ഏരിയ കിട്ടി, 2πy ഇൻറ്റു ds. ഇനി അറിയേണ്ടതിന്റെ കാര്യമുണ്ട്. നമ്മുടെ ആർക്ക് ലെങ്തിന്റെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ds, അതായത് ആ ചെറിയ ആർക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു √1 പ്ലസ് y ഡാഷ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dx. ഈ y ഡാഷ് എന്താണെന്ന് ചോദിച്ചാൽ dy/dx. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞതാ. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അവിടെ കയറി നോക്കിയാൽ അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ds ന്റെ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടി? ഇവിടെ y = x² ആണ് നമ്മുടെ പരാബോള. അപ്പം y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2x കിട്ടും. അതിനെ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ds = √1 പ്ലസ് 4x² dx എന്ന് കിട്ടും. ds കിട്ടിയേ? നമ്മുടെ ഏരിയ എന്തോന്നാ? dA = 2πy ഇൻറ്റു ds. അപ്പൊ dA = എന്ത് ചെയ്യാൻ? നമുക്ക് 2π ഇൻറ്റു വൈന് വരെ x² കൊടുക്കാം, ds ന് വരെ ഈ ഇക്വേഷനും കൊടുക്കാം. ഇത് കിട്ടും. ഓക്കെ, നമ്മുടെ ചെറിയ ഒരു സ്ട്രിപ്പിന്റെ ഏരിയയാണ് ഈ കാണുന്ന സർഫസ് ഏരിയ. ഒരു സ്ട്രിപ്പിന്റെ സർഫസ് ഏരിയയാണ് ഈ കാണുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സ്ട്രിപ്പുകളുടെയും സർഫസ് ഏരിയ എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഓക്കെ, എല്ലാ സ്ട്രിപ്പിന്റെയും സർഫസ് ഏരിയ എടുത്ത് ആഡ് ചെയ്യണം. അതാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രൽ, അതായത് സം ഓഫ് സർഫസ് ഏരിയ ഓഫ് ഓൾ സ്ട്രിപ്സ് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സ്ട്രക്ചർ. ഓക്കെ, ഫ്രം ഇന്റർവെൽ ആരാ? 0 തൊട്ട് a വരെ. അതിന്റെ കാര്യം എന്താ? ആണ് നോക്ക്, ഒന്ന് ചരിച്ചു വെച്ച് നോക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കണ്ട, 0 തൊട്ട് a വരെയാണ് ഇന്റർവെൽ. ഓക്കെ, ഞാൻ ഇപ്പൊ റോൾ ബാക്ക് ചെയ്ത്
ഞാൻ തിരിച്ച് ഡിറ്റാച്ച് ചെയ്ത് വേറൊരു റിങ് എടുത്ത് നോക്ക്. വേറൊരു റിങ് എടുത്ത് ഈ റിങ്ങിന്റെ തിക്നെസ് എന്തായിരിക്കും? DS തന്നെയാണ്. കാരണം എല്ലാ റിങ്ങിന്റെ തിക്നെസ് DS ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് റേഡിയസ് വാല്യൂ ആരാണ്? അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ തന്നെ ഉണ്ട്. കറസ്പോണ്ടിങ് y വാല്യൂ തന്നെ. ഇവനെ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ബേസിക്കലി നമ്മൾ ഈ കാണുന്ന എല്ലാ സ്ട്രിപ്പുകളുടെയും ചിലപ്പോൾ ഒരു n നമ്പർ ഓഫ് റിങ്സ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഉണ്ടെന്ന് നമുക്ക് അതിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ച് അതിനെ മൊത്തം ആഡ് ചെയ്യും. ഈ n നമ്പർ ഓഫ് റിങ്സിനെ നമ്മൾ എവിടെ അറേഞ്ച് ചെയ്യുന്നത്? ഈ 0 തൊട്ട് a വരെയുള്ള ഇന്റർവെല്ലിൽ. സോ നമ്മൾ 0 തൊട്ട് a വരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ബേസിക്കലി. കണ്ടില്ലേ? 0 തൊട്ട് a വരെ. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 1/2 tan u എന്ന് കൊടുത്താൽ നമുക്ക് മതി, കിട്ടും. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ കിട്ടും. പക്ഷേ ഇത് സോൾവ് ചെയ്യാതെ ഇങ്ങനത്തെ ഇക്വേഷൻ ആക്കി ഇട്ടേക്കുന്നതിന്റെ കാര്യം, ഇതിന്റെ അകത്തുനിന്നും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾക്ക് ഈ ഐഡിയ ആണ്. ഒരു സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഐഡിയ കിട്ടണം. ഒറ്റ സാധനമേ ഉള്ളു. മനസ്സിലായോ? അതായത് നമ്മൾ തുടങ്ങിയ സ്ഥലം എവിടെ? നമ്മുടെ വെറും ഒരു പരാബോള. ഈ പരാബോളയിൽ നമ്മളൊരു ആർക്ക് വരച്ചു. എന്നിട്ട് ഈ പരാബോള ഇട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ചു. റൊട്ടേറ്റ് ചെയ്യിച്ചപ്പോൾ എന്ത് കിട്ടി? നമുക്കൊരു സ്ട്രക്ചർ കിട്ടി. ഈ സ്ട്രക്ചറിന്റെ സർഫസ് ഏരിയ നമുക്ക് വേണ്ടുന്ന. ഈ സർഫസ് ഏരിയ നമുക്ക് അറിയാത്തോളം നമ്മൾ എന്ത് ചെയ്ത്? ഒരുപാട് കൊച്ചു കൊച്ചു റിങ്ങുകൾ കൺസിഡർ ചെയ്ത്. ഓക്കെ, ഒരുപാട് കൊച്ചു കൊച്ചു റിങ്ങുകൾ കൺസിഡർ ചെയ്തിട്ട് ഓരോ റിങ്ങിന്റെ എന്ത് കണ്ടുപിടിച്ച്? സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഫോം ചെയ്യാവുന്ന എല്ലാ റിങ്ങിന്റെ സർഫസ് ഏരിയ കൂട്ടിയപ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടി. അതാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഐഡിയ, അതാണ് നിങ്ങളുടെ മൈൻഡിൽ വേണ്ടുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടിയിരുന്ന സർഫസ് ഏരിയ. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കത്തിയേ. ഷെൽ മെത്തേഡിൽ നമ്മൾ ചെയ്തത് വോളിയോ കണ്ടുപിടിച്ചെങ്കിൽ, ഓക്കെ, ഷെൽ മെത്തേഡിൽ ഒരു ബൗളായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്? സർഫസ് ഏരിയ ആണ് കണ്ടുപിടിച്ചത്. അതെങ്ങനെ? വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ ചിലർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കാം. കുറ്റം പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി എല്ലാ ടൈമിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരാബോള 2D അല്ലേ? ആ 2D പരാബോളയുടെ ഇക്വേഷൻ അല്ലേ y = x²? അതെങ്ങനെ 3D ആപ്ലിക്കബിൾ ആവുന്നത്? നമ്മൾ നമ്മുടെ എല്ലാ 3D കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ വീഡിയോയിലും വന്നിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റിന്റെ 2D റെപ്രസെന്റേഷനിൽ ആ ഒബ്ജക്റ്റിന്റെ 3D റെപ്രസെന്റേഷന്റെ ഇക്വേഷൻസും ആപ്ലിക്കബിൾ ആണ്. അതായത് ആ ഒബ്ജക്റ്റ് 2D വേൾഡിലാണെങ്കിൽ അതിനെ എങ്ങനെ കാണാൻ പറ്റുമോ അതാണ് അതിന്റെ 2D റെപ്രസെന്റേഷൻ. മനസ്സിലായോ? ഇല്ല, ആ ഒബ്ജക്റ്റിനെ 3D വേൾഡിലാണ് കാണുന്നതെങ്കിൽ അതെങ്ങനെ ഇരിക്കും? അതാണ് അതിന്റെ 3D റെപ്രസെന്റേഷൻ. അതായത് സർക്കിളിന്റെ 3D റെപ്രസെന്റേഷൻ ആണ് സ്പിയർ. സോ ഈ സ്പിയറിന്റെ അകത്ത് ഈ കാണുന്ന സർക്കിളിന്റെ എല്ലാ ഇക്വേഷനും ആപ്ലിക്കബിൾ ആണ്. കാരണം ഈ സ്പിയറിന്റെ അകത്ത് നമ്മൾ ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ആ സർക്കിളിനെ വലിച്ച് വെളിയെടുക്കാം. അതുപോലെ ഈ കണ്ട സ്ട്രക്ചർ ഇല്ലേ, ഇവരെ ഞാൻ ഒരുപാട് പീസാക്കിയത് ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചെന്ന് വെച്ചോ, നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് ഒരു പരാബോള വലിച്ചെടുക്കാം. അപ്പൊ ആ പരാബോളയുടെ ഇക്വേഷൻ ആക്ച്വലി അവിടെ 2D പരാബോളയുടെ ഇക്വേഷൻ 3D സാറ്റിസ്ഫൈ ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് എ ഹോൾ സിസ്റ്റം. അത് മനസ്സിലാക്കണം. ആ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ ആണത്. അപ്പം ഇപ്പൊ നമ്മൾ പരാബോള പറഞ്ഞെങ്കിൽ ഇനി നിങ്ങൾക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേറൊരു സ്ട്രക്ചർ നമുക്ക് കൊണ്ടുവരാം. അതാരാണെന്ന് ചോദിച്ചാൽ അവനാണ് ദ ഗ്രേറ്റ് സ്പിയർ. നമ്മുടെ സ്പിയറിന്റെ സർഫസ് ഏരിയ. അതാണ് പറയുമ്പോൾ സെയിം മെത്തേഡ്, സെയിം ടെക്നിക്, എവരിതിങ് അവിടെ അതുപോലെ അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, അത് അടുത്ത വീഡിയോയിലായിട്ട് ഇടാം. താങ്ക് യു.